ഞാൻ കോമഡി മാസ്റ്റേഴ്സിലെ ശർമ്മ കൊല്ലമാണ്. എനിക്കിന്ന് ഗ്രൂമിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് ഷൂട്ടുണ്ട്. എടി ഇതൊക്കെ നിനക്കറിയാന്ന് എനിക്കറിയാം. ബസ് സ്റ്റോപ്പിൽ നിൽക്കല്ലേ 10 പേര് കേൾക്കട്ടെ. പിന്നെ നീ കേൾക്കാൻ പറ്റിയ കാര്യം പറയാണ്. നിന്റെ ആങ്ങൾ അമ്പളിക്കുട്ടൻ 10 വയസ്സാണ്, ബോധമില്ലാത്തവനാണ്. അവൻ എന്നോട് വരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനവിടെ പൂട്ടിയിട്ടാ വന്നേക്കുന്നത്. തുറന്ന് വിടരുതാ. അളിയ സമയം എന്താ അളിയ? 10 ഒരു വട്ടം പറഞ്ഞാൽ എനിക്ക് ചെവിയാക്കാം. അളിയ നമുക്ക് വണ്ടി എപ്പോ ഞാനൊരു സെലിബ്രിറ്റി ആണ്. അളിയൻ ചെളി വരട്ടെ, മണ്ണി കിടന്നൂരല്ലേ, അതൊന്നും എന്റെ വിഷയമല്ല. എനിക്ക് അളിയന്റെ കൂടെ വരണം, അതാണ് എന്റെ വിഷയം. നിനക്ക് നല്ലൊരു ജോലി സയൻസ് ലാബില് സെക്യൂരിറ്റി ആയിട്ട്. ആ പണി കളഞ്ഞിട്ട് എന്റെ പണി കളയാൻ വേണ്ടി എന്റെ പറക്കാൻ നോക്കിയാണോ നീ? അളിയ സയൻസ് ലാബിലെ ജോലി പോയാലും ഞാൻ അവിടുന്ന് വിലപിടിപ്പുള്ള അതാണ്ടേ 2 സാധനം അടിച്ചു മാറ്റിയിട്ട് ആളിയാ ഞാൻ ചാടിയത്. കണ്ടേ വലിയ കുപ്പി? ഇത് ഫോസിൽ. അപ്പൊ ഈ ചെറിയ കുപ്പിയോ? വലുത് ഫോസിലും ചെറുത് ഫഗത് ഫോസിൽ. പറഞ്ഞു വിട്ടത് അളിയാ ലാബ് പെയിന്റ് അടിക്കാൻ പറഞ്ഞു. ഞാൻ നല്ല വൃത്തിയായിട്ട് പെയിന്റ് അടിച്ചു. ഞാൻ നോക്കിയപ്പോ അസ്ഥി കൂടെ അവിടെ ചുമ്മാതിരിക്കുന്നു. ഞാൻ അവിടെ കിടന്ന ബാക്കിയുള്ള മിച്ചമുള്ള പെയിന്റ് എല്ലാം കൂടെ വാരി അസ്ഥികുളത്തിൽ അങ്ങ് അടിച്ചടിയാ. കണ്ടാ ഇത് കണ്ടിട്ട് അവരൊന്നും ചോദിച്ചില്ലടാ? ചോദിച്ചു. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഹോളി ആഘോഷിച്ച് ചത്തു വരുത്തിട്ട് അസ്ഥികൂടം അവരെ ചവിട്ടി വെളിയിലാക്കിയില്ല. അളി എന്നെ കൂടെ കൊണ്ടുപോളിയാ. നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അളി എന്റെ കോമഡി കൊള്ളത്തില്ല. പോടാ പോട്ടാ. അവിടെ നിന്നിട്ടാണ് കഴിഞ്ഞ ഷെഡ്യൂൾ ഞാൻ കളിച്ചപ്പം എനിക്ക് അവിടുന്ന് 10,000 രൂപ കിട്ടി. എത്ര കിട്ടി? 10,000. മറ്റേത് കറക്കിയപ്പോ എത്ര കിട്ടില്ല? 10,000. അപ്പൊ സ്കിറ്റിലൊരു വാഴക ഇല്ലായിരുന്നില്ലേ? ഇഷ്ടംപോലെ സംഭവം എന്തിനാ? നമ്മൾ ഈ കളിക്കാൻ കയറുമ്പോ അവിടെ ഒരു ക്ലോക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ആ ക്ലോക്കിന്റെ ബാക്കിൽ സൂചിക്കുന്ന പടപടാ വല്ല ബാക്കിയുള്ളത് കളിക്കുമ്പോ പടപടാന്ന് ഓടും. പക്ഷെ ഞാൻ കളിക്കുമ്പോ അതിന്റെ സൂചി അനങ്ങുന്ന കളിയാ. ബാറ്ററി ഇല്ല. ബാറ്ററി ഇല്ലാത്തല്ല, അളിയുടെ സ്കിറ്റ് കൗണ്ടർ ഇല്ലാത്ത. കൗണ്ടർ ഇല്ലാത്തോ? ഒരു കൗണ്ടർ ഒപ്പിക്കാൻ പറ്റുന്ന പാടം എനിക്കറിയാം, മനസ്സിലായോ? അത്ര പാടാണെങ്കിൽ ഞാൻ എഴുതിയ പുസ്തകം മേടിച്ച് കണ്ടാ സാധനം 1001 കോമഡികൾ. ഫ്രഷ് ആണ്. ഒരെണ്ണം ഫ്രഷാ, ബാക്കി 1000 ചീഞ്ഞ കോമഡിയാ പഴയ. ഞാൻ എഴുതിയത്. ഈ ആര് ചീഞ്ഞത്? അളിയെ ടി വി പറയുമ്പോ ഞാനിന്ന് എഴുതിയെടുക്കുന്നത്. ഒറ്റ കീറിയാൻ പറ്റില്ല പറഞ്ഞേട്ടോ. കഴിഞ്ഞ ഷെഡ്യൂൾ ഞാൻ വന്നപ്പോ നാദുക്ക എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? അത് പറയല്ലേ. എന്തോന്ന്? ഞാറക്കാ. എടാ നാദർശേക്ക, ഞങ്ങൾ സ്നേഹം കൊണ്ട് വിളിക്കുന്ന നാദുക്ക. ബന്ധം. നാദുക്കയും പക്കുറി ചേട്ടനും നമ്മുടെ സുരഭി ചേച്ചി ദേവി ചന്ദ്രൻ എല്ലാം കൂടി ഒരു മീറ്റിംഗ് കൂടി എന്റെ അടുത്ത് പറഞ്ഞ്, ശർമ്മേ നീ സൂപ്പറാണ്, ഒബ്സർവേഷൻ കുറച്ചുകൂടെ കൂട്ടണം, അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന്. ഓവല്ലേ അളിയാ? അളിയനെ കൊന്നിട്ട് അവർക്ക് ജയിലിൽ പോകാൻ വയ്യാത്തോണ്ട് അളിയനെ അവർക്ക് ജനങ്ങൾ കിട്ടുകൊടുത്താണ്. ആവശ്യമില്ലാത്ത അതൊന്നും പറയാതെ. അവരൊക്കെ പാവങ്ങളാണ്, മനസ്സിലായോ? എന്തോന്ന്? അവരൊക്കെ പാവങ്ങളാണ്. എന്തോന്ന് പാവം? അളിയ അടിക്കാനുള്ള കൗണ്ടർ പറ, അപ്പോഴല്ലേ അറിയാൻ പറ്റൂ. നല്ല കൗണ്ടർ അടിക്കണം. എനിക്കറിയാറാ, നല്ല കൗണ്ടർ തന്നെ ഞാൻ അടിച്ചോണ്ടിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ പോ നോക്ക്. എന്നോട് കൊണ്ടുപോളിയാ. നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്രാവശ്യം സ്റ്റേജിൽ പറയാനുള്ള കൗണ്ടർ എണ്ണം പറഞ്ഞേ. ഞാൻ പറയാം. ഇപ്രാവശ്യം ഞാൻ സ്റ്റേജ് ചെല്ലുമ്പോൾ ഫസ്റ്റ് അടിക്കാൻ പോകുന്ന കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്റെ ഓപ്പോസിറ്റ് ഒന്ന് ചോദിക്കും, സിഗരറ്റ് വലിക്കുമ്പോൾ എന്ത് വരും? അപ്പൊ ഞാൻ പറയും, നീ വലിച്ചാൽ ക്യാൻസർ വരും, ഞാൻ വലിച്ചാൽ പുക വരും. പുകച്ചു കൗണ്ടർ മ്യൂസിക്. ഈ പക്കുറിച്ചേട്ട പാവം അല്ലേ? വേറും പാവം. സുരഭി ചേച്ചി പഞ്ചാവാ. വേറും പാവടാ. ദേവിചന്ദ്രൻ ചേച്ചിയാണെങ്കിൽ വെറും പാവം. ഇവരൊക്കെ പാവം, നിനക്ക് അറിയാം. അല്ലെങ്കിൽ ഈ കോമഡി കേട്ട് അവരവർ വെറുതെ ഇരിക്കുള്ളൂ. അളിയന്റെ ആലവടിച്ചിരിക്കാൻ അവര് സൈഡിൽ ഇരിക്കുന്ന ആ പെണ്ണില്ലേ എലീനെ പഠിക്കില്ല, പരമശുദ്ധ എലി. അവളല്ലേ കൈവാക്കിനിരിക്കുന്ന ചാടി നെഞ്ചി ചവിട്ടി തന്നെ അവള്. നിന്റെ ആവശ്യമില്ലാത്തൊന്നും പറയല്ല. എന്റെ കോമഡി ഒക്കെ സൂപ്പർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തോ കോമഡി അളിയുടെ സൂപ്പർ. വീട്ടിൽ പോകുന്നു. എന്തോ വീട്ടിൽ ഒരു 100 കഴിഞ്ഞാളിയാ. എന്താ 100 രൂപ? അല്ല വിശക്കുന്നല്ലോ, തിന്നാൻ മേടിക്കട്ടെ. അളിന് പാഴ്സലും വേണോ? വേണ്ട. എന്നാ പാഴ്സൽ തിന്നോട്ടാ. നീ വെറും മണ്ട തന്നെ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങള്. ഹലോ ഹലോ, അമ്പിളിക്കുട്ടനല്ലേ? അതെ, അമ്പിളിക്കുട്ടനാണ്. നിങ്ങളുടെ കുട്ടി ഞങ്ങളുടെ അടുത്തുണ്ട്. എന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി. ഹലോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ ആണെങ്കിലും ഞാൻ തരാം. എന്റെ കുഞ്ഞ് നിന്റെ കൊച്ചു പഠിക്കുന്ന സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. സ്കൂൾ വിട്ടിട്ട് 1 മണിക്കൂറായി. വേണമെങ്കിൽ ഒന്ന് കൊച്ചിനെ വിളിച്ചാളിയാ കൊച്ചിന്റെ. കൊച്ചുങ്ങളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ട്രെൻഡാണ്. നീ കൊച്ചിനെ പള്ളിക്കുടുത്തി പോയിട്ടുള്ളല്ലേ? പള്ളിക്കുടുത്തി 5ാം ക്ലാസ് വെച്ച് പുറത്താക്കി. പഠിത്തോ? അല്ല, ക്ലാസ്സിന് പുറത്താക്കി. എന്തിനാ പുറത്താക്കിയത്? എന്റെ അടുത്തിരുന്നോ ചോദിച്ചേന്. അടുത്തിരിക്കുന്നു ചോദിക്കാൻ നിന്നെ എന്തിനാ പുറത്താക്കുന്നത്? പിന്നെ ഞാനിന്ന് വീഡിയോ വലിച്ച് അവൻ ചോദിക്കത്തില്ലേ? വീഡിയോ വലിയൊക്കെ ഉണ്ടാ? വീഡിയോ വലിയൊക്കെ നിർത്തിയളിയാ. ഇനി ഞാൻ വെള്ളമടി തുടങ്ങുന്നതിനെ കുറിച്ച് അളിയന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. ഒന്നാതെ ബോധമില്ല. ഇനി അതിന്റെ കൂടെ ചാരായം കൂടെ അടിച്ച് കയറ്റിക്കൊള്ളാൻ കൊണ്ടും. നീ ആ പ്രശ്നമാണെന്നാണല്ലോ പറഞ്ഞ വിഷയങ്ങളാണല്ലോ. എന്തോ പ്രശ്നം? നീ ഭയങ്കര വിഷയം. അളിയ കല്യാണം കഴിച്ചാൽ മൊത്തത്തിൽ പ്രശ്നം. അളിയനും അറിയാലോ. എന്തോ കല്യാണം കഴിച്ച പ്രശ്നം? കല്യാണം കഴിച്ചില്ല അളിയ പറ. എടാ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നീ അങ്ങനൊന്നും പറയല്ലേ. നീ ഇങ്ങനെ എന്റെ വീട്ടിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ്. എടാ അളിയ, കല്യാണം എന്ന് പറഞ്ഞ എന്താ? നമ്മളൊരു ബസ്സിൽ പോകുന്ന യാത്ര കണക്കാണ് കല്യാണം. അളിയ എന്റെ അടുത്ത് എപ്പോഴും പറയാറില്ല ആ കാര്യം പറ. എന്റെ അളിയ, അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC ബസ്സിലെ യാത്ര പോലെയാണ്.
അതായത് നമ്മൾ അത്യാവശ്യം ഓടിപ്പിടിച്ച് എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ ഓർഡിനറി വന്നാലും നമ്മൾ അത് കയറത്തില്ലേ? കയറി ടിക്കറ്റ് എടുത്ത് കഴിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ റൂട്ടിൽ കൂടെ തന്നെ വോൾവോയും സൂപ്പർ ഫാസ്റ്റും ലോ ഫ്ലോർ AC ഒക്കെ വരുന്നത്. ടിക്കറ്റ് എടുത്ത് പോയില്ലയോ ഇറങ്ങാൻ പതിക്കാൻ പറ്റുമോ? അളിയാ എന്റെ പെങ്ങളും മണിക്കുട്ടിയെ കുറിച്ചാണ് അളിയെ പറയുന്നത്. അവള് വീട്ടിൽ നിന്ന് പോയപ്പോഴാളിയാ ഞങ്ങക്ക് മനസ്സിലായത് എന്റെ മണിക്കുട്ടി അവളെ കളിയും ചിരിയും സന്തോഷവും കൊഞ്ചലും ഓട്ടോ ചാട്ടോ അട്ടകാസവും തിന്നിട്ട് എലിന്റെ ഇടയിൽ കയറിയിട്ടുള്ള കുത്തിത്തരിപ്പും അവള് പോയത് തന്നെ വന്നാളിയാ. അവൾ ഒറ്റടുത്തുകാരാണ് എന്റെ അച്ഛൻ എന്റെ ചാടിയത്. കൊണ്ടേ കളയാളിയാണ് അവിടെ. മണിക്കുട്ടിയല്ല അവളെ അണലിക്കുട്ടിയാ അവള്. നീ ആവശ്യമില്ല നിന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണോ? എന്താണ് പ്രശ്നം? നീ ഭയങ്കര ഒരു വിഷയമല്ല. ഞാൻ ഇന്നലെ മേടിച്ചു കൊടുത്തു എന്റെ ഭാര്യയ്ക്ക് ഒരു കൊലുസ്. അപ്പൊ സ്നേഹമൊക്കെ ഉണ്ടല്ലേ? സ്നേഹം കൊണ്ടല്ല, ഞാൻ ചാറ്റ് ചെയ്യുമ്പോ അവള് പമ്മി വരുവിളിയാ. അപ്പൊ അടുക്കളയിൽ ഇറങ്ങുമ്പോഴേ നമുക്ക് വെളിയിട്ടു. അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാ ഞാൻ കട്ടിലിന്റെ അടിയിലും മേശയുടെ അടിയിലൊക്കെ തന്നെ ചാറ്റ് ചെയ്യുന്നത്. അവളാണ് വന്ന് കയറി തരുന്നത്. നിനക്ക് ഭയങ്കര സംശയമാണ് നിന്റെ പെണ്ണുമ്പോൾ. എനിക്ക് ഒരു സംശയമില്ല. സംശയിക്കാനൊക്കെ കാരണമുണ്ട്. അല്ലെ ആരടുത്തും പറയരുത്. അവളെ ആളത്ര ശരിയല്ല. ആളത്ര ശരിയല്ല. അനാവശ്യം പറയുന്നത് പറഞ്ഞായിട്ടല്ലേ? അവളെ കട്ടിലിന്റെ അടിയിൽ അവളെ കള്ളക്കാമോന്റെ ഫോട്ടോ എനിക്ക് ഒന്നും ഇല്ലളിയാ. അവളെ കള്ളക്കാമോനെ ഞാൻ പിടിച്ചളിയാ. ആണ്ടേ കട്ടിലിന്റെ അടിയിൽ നീട്ടി അവളെ കള്ളക്കാമോ. ഇത് വലിയ കളിക്കാരൻ. അങ്ങനെ ആയിരിക്കുമല്ലോ, അങ്ങനല്ലേ വരൂ. ഇവ ആരാ? MS ധോണി. MS ധോണിയാ പുഴയിലെ ധോണിയാ? അവന്റെ വീട് അവിടെ ഓന്തി. എനിക്ക് തോന്നി പൊട്ട ഇത് വലിയ ക്രിക്കറ്റ് കളിക്കാരനാണ്. എങ്ങനെ ഉണ്ടളിയാ? അല്ലെ ജോലിക്ക് പോയി കുടുംബം നോക്കുന്നത് എന്നെ ഇഷ്ടമല്ല. ഒരു പണിക്കും പോകാതെ ഇത്ര നാളായിട്ട് ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന എവരെയൊക്കെ അവർക്ക് ഇഷ്ടം. പിന്നെ ഞാൻ എന്താ വേണം? നീ എന്റെ പെണ്ണുമ്പിള്ള ആങ്ങളായി പറഞ്ഞാട്ടല്ലേ? ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങൾ കളിക്കാൻ നീ നിന്റെ വീട്ടിൽ പോകാൻ നോക്കണം. പറഞ്ഞാട്ടല്ലേ? എനിക്ക് അവിടെ പോയിട്ട് 50 അടിക്കാനുള്ളതാണ്. 50 അടിച്ച എന്താ അടിക്കുന്ന 120 അടിക്കണം. ഇങ്ങനെ ചാര അടിക്കുന്നവരെയല്ല പറഞ്ഞു. അവിടെ പോയി കളിച്ചിട്ട് 50,000 പ്രൈസ് അടിക്കാനുള്ള ഒരു തേങ്ങ കിട്ടത്തില്ല. അളിയന് പൈസ കിട്ടണോ? ഞാൻ ഒരു ഐഡിയ പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഈ ബസ്സിലിട്ട് അടിക്കുമ്പോൾ വലിയ പൈസ കിട്ടും. ചിരിക്കുറ്റി അല്ലെങ്കിൽ 3 സൂപ്പർ ഗ്ലൂ മേടിക്കണം. എന്നിട്ട് ജഡ്ജിച്ചിരിക്കുന്ന കസേരയില് 3 കസേരയിൽ ഒഴിച്ചു വെക്കണം. എന്നിട്ട് അപ്പൊ അവരൊന്നിങ്ങനെ ഇരിക്കുമ്പോ ഒട്ടും. അപ്പൊ അവർ എണീക്കാൻ ശ്രമിക്കുക. അപ്പൊ അവരാണ് ഇങ്ങനെ എണീക്കാൻ ശ്രമിക്കുക. അതിന്റെ ഇടയ്ക്ക് അളിയെ കൗണ്ടർ കീച്ചിക്കോളാം. 1 ലക്ഷം രൂപ കൊണ്ട് വെളിയിറങ്ങാം. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അത് ഉടായ്പാണ്. വേണ്ട ഒരു കാര്യമില്ല. നല്ലൊരു സ്കിറ്റ് കളിച്ചാൽ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞില്ലേ, തെറ്റെങ്കിലും നമ്മളിവിടെ പറഞ്ഞില്ലേ, ഇതുപോലത്തെ ഒരു സാധനം അവിടെ പോയി അടിക്കും. ഇപ്പഴാ ഓർത്തത്. എനിക്ക് പിന്നെ നല്ലൊരു ക്ലൈമാക്സ് കിട്ടിയാ. എന്തോ ക്ലൈമാക്സ്? ക്ലൈമാക്സ് ഇവിടെ പറയാനുള്ള അവിടുത്തെ ഫ്ലോറിൽ പോയി പറയാനുള്ള. പറയലേ ക്ലൈമാക്സ്? പറയത്തില്ല. നിനക്ക് അഥവാ കേൾക്കണമെന്നുണ്ടെങ്കിൽ നീ അങ്ങ് ഫ്ലോറിൽ വാ. എന്നാലും ക്ലൈമാക്സ് ഇല്ലെന്ന് പറയരുത്. അല്ല എന്റെ പഞ്ചടിച്ചു ഒന്നും മിണ്ടല്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മൾ രണ്ടുപേരും പറഞ്ഞോണ്ട് എന്തോന്ന് ക്ലൈമാക്സ്?